മലയാളിയുടെ കപട സദാചാരവാദം ആളിക്കത്തിച്ച് കാളിദാസ് ജയറാം തരണി വിവാഹം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ മലയാളിക്ക് നല്ലൊരു കല്യാണം കണ്ണുകടിയുണ്ടാക്കിയോ? ജയറാമിന്റെയും കുടുംബത്തിന്റെയും സന്തോഷം തകർക്കാൻ എന്ത് പറഞ്ഞാൽ സാധിക്കുമെന്നാണ് ചിലരുടെ ആലോചന. ഞായറാഴ്ചയായിരുന്നു ജയറാമിന്റെ മകൻ കാളിദാസിന്റെയും ചെന്നൈ സ്വദേശിയായ തരണിയുടെയും വിവാഹം. അവരുടെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും താഴെ വരുന്ന കമന്റുകളാണ് സാക്ഷര കേരളത്തിന്റെ തൊലിയുരിക്കുന്നത്. വിവരവും വിദ്യാഭ്യാസവുമല്ല സംസ്കാരം എന്നൊന്നുണ്ട്. അതില്ലാത്ത ഒരു കൂട്ടം മലയാളികളാണ് ഇത്തരം കമന്റുകൾക്ക് പിന്നിൽ. വിവാഹം ആർഭാടമാക്കിയത് മുതൽ ചക്കിയുടെ ബോഡി ഷെയ്മിംഗ് വരെ നീളുന്നു കമന്റോളികളുടെ പുളപ്പ്. ഒരു നേരത്തെ ആഹാരത്തിനായി രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് ജീവിക്കുന്നവരെ നീ കണ്ടിട്ടില്ല. നശിച്ച സിനിമാ ലോകം. കാളിദാസിന്റെ കല്യാണത്തിന് സിനിമാ ലോകത്തിനും കിട്ടി പഴി. തീർന്നില്ല. നിന്റെ പോലെ ശരീരം വിയർക്കാത്തവർക്ക് അറിയില്ല. ചിലപ്പോൾ കാശിന്റെ വിലയായിരിക്കും. ഈ പോസ്റ്റിട്ട സഹോദരൻ കരുതുന്നത് AC റൂമിൽ ഇരുന്നാണ് സിനിമ ഷൂട്ടിംഗ് ചെയ്യുന്നത് എന്നാണ്. ആയിരിക്കുമോ? എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെയുണ്ട്. സിനിമാക്കാരും നന്നായി പണിയെടുത്ത് വിയർത്ത് തന്നെയാണ് കാശുണ്ടാക്കുന്നത് എന്നറിയാതിരിക്കാൻ മാത്രം വിവരമില്ലാത്തവരായോ മലയാളികൾ? അതോ മനഃപൂർവ്വം മറന്നു കളയുന്നതോ? കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയുന്നത് പോലെ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് ഇങ്ങനെയൊക്കെ പറയാം എന്നാവുമോ ഇത്തരം കമൻറ്റുകൾക്ക് പിന്നിലെ ഒരു ധാരണ? നമ്മളിൽ എത്ര പേരുണ്ടാകും മകൻ്റെയോ മകളുടെയോ വിവാഹം നന്നായി നടത്തണമെന്ന് ആഗ്രഹിക്കാത്തവർ? അല്ലെങ്കിൽ സ്വന്തം വിവാഹം നല്ല അടിപൊളിയായി നടത്തണമെന്ന് ആഗ്രഹിക്കാത്തവർ? പണമില്ലെങ്കിൽ ലോൺ എടുത്ത് കല്യാണം നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്ന നാട്ടിലാണ് കാശുള്ളവൻ അവൻ്റെ ഇഷ്ടത്തിനൊരു കല്യാണം നടത്തിയപ്പോൾ ചൊറിയുന്ന കമൻറ്റോളികൾ വരുന്നത്. ഇതൊരു വല്ലാത്ത കണ്ണുകടി തന്നെ. അസൂയക്ക് ഇനി എന്നാണാവും മരുന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇതുകൊണ്ട് തീർന്നില്ല. ജയറാമിൻ്റെ മകൾ ചക്കിക്കുമുണ്ടൊരു കൊട്ട്. ചക്കി ട്രാൻസ്ജെൻഡർ പോലെയുണ്ട്. പാമ്പ് ഇര വിഴുങ്ങിയതുപോലെ ഒരു പെണ്ണ്, തിന്ന് പിത്തം പിടിച്ചു തുടങ്ങിയ നിരവധി നീളുന്ന ബോഡി ഷെയ്മിങ്ങുകളാണ് പുറകെ വരുന്നത്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ വന്നാണോ ചക്കി ഭക്ഷണം കഴിക്കുന്നത്? ഇത്ര സഹിക്കാതിരിക്കാൻ നാണമില്ലേ ഒരാളുടെ ശരീരത്തെ പരിഹസിച്ച് കമൻ്റിടാൻ? ചക്കിയെ പരിഹസിച്ച വ്യക്തിയെ മാത്രമല്ല ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. മെലിഞ്ഞതോ തടിച്ചതോ കറുത്തതോ വെളുത്തതോ ആയിക്കോട്ടെ, മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കണം. നിങ്ങൾ കളിയാക്കുന്നവർ മറ്റാരുടെയൊക്കെയോ പ്രിയപ്പെട്ടവരാകും എന്നൊന്ന് ഓർത്താൽ പോരെ. പിന്നെ ആ കമൻ്റ് എഴുതാൻ നമുക്ക് സാധിക്കുമോ? എവിടെന്നാ? എനിക്ക് ശേഷം പ്രളയം. കൂടെ കുറച്ച് ഉപദേശവും കൂടി ഉണ്ട് കേട്ടോ. 10 പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുത്ത് കൂടെ ഈ ആർഭാടം കുറച്ചുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. പിന്നല്ല, ശരിയല്ലേ? ചിലപ്പോൾ ജയറാമിനെ അറിയില്ലായിരിക്കും. എന്താ അല്ലേ? ജയറാമിന് അറിവില്ലല്ലോ, പക്വതയില്ലാത്ത ചെറിയ കുഞ്ഞല്ലേ. ഈ കമൻ്റ് ഇടുന്ന ചേട്ടാ, അയാൾക്ക് അറിഞ്ഞുകൂടെ സ്വന്തം വീട്ടിലെ കല്യാണം എങ്ങനെ നടത്തണമെന്ന്? ഇനി ചെയ്യുന്ന സഹായം മറ്റുള്ളവരെ അറിയിക്കാഞ്ഞിട്ടാണോ? അതും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ കമൻ്റ് ഇടുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതല്ലേ? ജയറാം ഒരു സെലിബ്രിറ്റിയാണ്, അദ്ദേഹത്തിനുമുണ്ട്. ഇനി അതല്ല, അദ്ദേഹം സെലിബ്രിറ്റി അല്ലെങ്കിൽ പോലും ഓരോരുത്തരും സമ്പാദിക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ തന്നെയല്ലേ, കൂട്ടിവെക്കാനല്ലല്ലോ. പണമുണ്ടാക്കി അത് ഇഷ്ടാനുസരണം ചെലവാക്കുമ്പോൾ എന്തിനാണ് കമന്റോളികളെ നിങ്ങൾക്ക് ഇത്ര ചൊറിച്ചിൽ? ഇനി അവർ മാധ്യമങ്ങളോട് സംസാരിച്ചതാണോ അക്ഷന്തവ്യമായ തെറ്റ്? അവരൊക്കെ പബ്ലിക് ഫിഗർ അല്ലേ? ഇനി അവർ മാധ്യമങ്ങളെ കണ്ടില്ലെങ്കിലോ സംസാരിച്ചില്ലെങ്കിലോ അതാവും അടുത്ത പ്രശ്നം. അഹങ്കാരം തലയ്ക്ക് പിടിച്ച ജയറാം എന്നാവും പിന്നെ വരുന്ന കമന്റുകൾ. നല്ലത് ചെയ്താലും ചീത്തത് ചെയ്താലും കമന്റിന് കുറവൊന്നും ഉണ്ടാവില്ല. ആവശ്യമില്ലെങ്കിൽ ഇത്തരം വീഡിയോകൾ സ്കിപ്പ് ചെയ്താൽ പോരെ. എന്തിന് ഒരു കൂട്ടം മലയാളികളെ മറ്റൊരാളുടെ സന്തോഷത്തിലേക്ക് നുഴഞ്ഞു കയറി അവിടെ സ്വയം ചെറുതാവുന്നത്? എന്തായാലും ഈ കപട സദാചാരവാദികളുടെ തൂലിക ചലിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അവർ വിശ്രമത്തിലാണ്, അടുത്ത ഇരയ്ക്കായുള്ള കാത്തിരിപ്പിൽ.